ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ട് നിക്കോദെമോസ് യേശുവിനെ കാണാനായിട്ട് വരുന്നതാണ്. നിക്കോദെമോസ് രാത്രിയിൽ ഈശോയെ കാണാനായിട്ട് വന്നിട്ട് ഈശോയോട് പറയുകയാണ്, യഹൂദ പ്രമാണിയായിട്ടുള്ള യഹൂദ റബ്ബി ആയിട്ടുള്ള ഈ മനുഷ്യൻ ഈശോയെ കാണാനായിട്ട് വന്നിട്ട് പറയുകയാണ്, ഗുരു, നീ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ അറിയുന്നു. കാരണം എന്താണ്? ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ, ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് അടയാളങ്ങൾ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ, അതിന്റെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അതായത് നിക്കോദെമോസ് പറഞ്ഞതായിരുന്നു, ദൈവം കൂടെ ഇല്ലാതെ എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതായത് ദൈവപുത്രനാണ് ഞാൻ എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല. നിക്കോദെമോസ് കൃത്യമായിട്ട് ആ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോട് പറയുകയാണ്, ദൈവം കൂടെ ഇല്ലാതെ നീ ചെയ്യുന്ന അടയാളങ്ങളൊന്നും പ്രവർത്തിക്കാനായിട്ട് ആർക്കും സാധിക്കില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇത് നിക്കോദെമോസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. യഹൂദ റബ്ബി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലെ വലിയൊരു ഗുരുവായിരുന്ന ഈ മനുഷ്യൻ ഈശോയോട് തന്റെ സംശയങ്ങൾ തുറന്നു ചോദിക്കുകയാണ്. ചില കാര്യങ്ങളിൽ വീണ്ടും ജനിക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? ഈശോ പറയുകയാണ്, സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ വളരെ നിഷ്കളങ്കതയോട് കൂടിയിട്ട്, ഒരു കൊച്ചുകുട്ടിയുടെ ഒരു നിഷ്കളങ്കതയോട് കൂടിയിട്ട് ഇയാൾ ചോദിക്കുകയാണ്, പ്രായമായിട്ടുള്ള ഒരു മനുഷ്യന് ഇത് എങ്ങനെയാണ് സാധിക്കുക? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് അവന് ജനിക്കാനായിട്ട് സാധിക്കുമോ? അപ്പൊ ഈശോ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ച് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട്, എനിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് വളരെ നിഷ്കളങ്കതയോടുകൂടി ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ്. നിക്കോദെമോസ് പഠിപ്പിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്